നമസ്കാരം. രേണു സുധി നമുക്കറിയാലോ, നമ്മുടെ സുധി, കൊല്ലം സുധി, മരണപ്പെട്ടു പോയ കൊല്ലം സുധിയുടെ ഭാര്യ അല്ലെങ്കിൽ വിധവ എന്നാണ് രേണു സുധി. സത്യം പറഞ്ഞാൽ എനിക്കിത് പറയേണ്ടതായിട്ട് വരുന്നു. വരയ്ക്ക് വെളിയിലാണ് രേണു സുധിയുടെ പോക്ക് എന്ന് പറയേണ്ടതായിട്ട് വരുന്നു. ഇനി ഈ ഒരു വീഡിയോ കണ്ട് കുരുപൊട്ടി വന്ന് ആര് വന്ന് കമന്റ് ചെയ്താലും എനിക്ക് പറയാനുള്ളത് പറയും. കാരണം എനിക്കിപ്പോ ഈ രേണു സുധീന്റെ റീസെന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും കാണുമ്പോൾ പ്രേക്ഷകരെ പറ്റിച്ചുകൊണ്ട് പല കാര്യങ്ങളും നേടാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രേക്ഷകരെ വിഡ്ഢികളാക്കുന്നു എന്നൊരു തോന്നൽ എനിക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത്. കഴിഞ്ഞ വീഡിയോ നമ്മുടെ ദാസേട്ടൻ കോഴിക്കോടുമായിട്ടുള്ള ആ ഒരു റീലിലും ഒരുപാട് സമ്മിശ്ര പ്രതികരണങ്ങളാണ് വന്നത്. ചിലവരെ അനുകൂലിച്ചുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഒരു വിധവയ്ക്ക് അങ്ങ് ജീവിക്കാൻ പാടില്ല, വിധവയ്ക്ക് എന്തുകൊണ്ട് അവരെങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും കുരു പൊട്ടുന്നു എന്നുള്ള രീതിയിലുള്ള കമന്റും കാര്യങ്ങളൊക്കെ വന്നു. അപ്പൊ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനത് പറഞ്ഞിട്ടുണ്ട്, എന്താണ്, രേണു ഏത് രീതിയിൽ ജീവിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് രേണു തന്നെയാണ്. ഇപ്പൊ ഒരു വിധവയാണെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ അടച്ചുകൂടി ഇരിക്കാനൊന്നും ആരും പറയത്തില്ല. പക്ഷേ ആ സോങ് തന്നെ വേണമായിരുന്നു. അത്രയും ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ അത്രയും ഒരു പ്രശ്നം ആ ഒരു സോങ് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാവും എന്ന് അറിഞ്ഞുകൊണ്ട് എന്തിന് രേണു ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു റീല് തന്നെ അല്ലെങ്കിൽ ആ ഒരു പാട്ട് തന്നെ തെരഞ്ഞെടുത്തത് എന്ന് മാന്യമായിട്ട് ഞാൻ അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്റെ മാത്രം, അതിപ്പോ രേണു അല്ല, ആരിട്ടാലും ചോദിക്കും. ഇപ്പോ എനിക്ക് ഈ വരെ എനിക്ക് തോന്നുന്നത്, രേണു എപ്പോഴും പറയുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാ ഇന്റർവ്യൂസിലും ഇപ്പൊ രേണു വന്നിട്ട് പറയുന്നത് എന്താണ്, ഞാൻ ഈ പറഞ്ഞതുപോലെ ഭർത്താവ് മരിച്ചത് കൊണ്ട് വെള്ളസാരി ഉടുത്ത് നടക്കണോ, അല്ലെങ്കിൽ ഇങ്ങനെ വീട്ടിനകത്ത് കഥ കടച്ചിരിക്കണോ എന്നൊക്കെയാണ് രേണു ചോദിക്കുന്നത്. അത് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ആരും പറയുന്നില്ല രേണു ഈ പറയുന്ന വെള്ളസാരി ഉടുത്തുകൊണ്ട്, ഇവിടെ ആരാ വെള്ളസാരി ഉടുത്ത് നടക്കുന്നത്? ഭർത്താവ് മരിച്ചവർ ഈ കാലത്ത് ആരാണ് വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്നത്? അവരവരുടെ ജോലി ഒക്കെ ചെയ്താണിരിക്കുന്നത്. ഇപ്പൊ ഒരു ആ മനുഷ്യരും കൂടി കാണില്ല. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അവര് പുതിയ ജോലിക്ക് പോകുന്നു. അത് ഇവിടുത്തെ സമൂഹത്തിൽ ഒരാൾ പോലും അവരെ എച്ചിപ്പോ എന്ന് പറയുന്നു എനിക്ക് തോന്നുന്നില്ല. അവര് പുതിയ പിന്നീട് കല്യാണം കഴിക്കുന്നുണ്ട്, സുഖിച്ച് ജീവിക്കുന്നുണ്ട്, സുഖമായിട്ട് ജീവിക്കും, അവർക്ക് അതിനുള്ള അവകാശം കാര്യങ്ങളുണ്ട്. പക്ഷെ എങ്ങനെ പല രീതിയിൽ ജീവിക്കാം, എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഈ പറയുന്ന രേണുവാണ്. അപ്പൊ രേണു അതാണ് ഇഷ്ടമെങ്കിൽ രേണു ഉറപ്പായിട്ടും അത് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ആ രീതിയിൽ ജീവിക്കാം. പക്ഷെ അപ്പോഴും അഭിപ്രായങ്ങൾ ഉണ്ടാവും, അപ്പോൾ ഈ വിമർശനങ്ങൾ ഉണ്ടാകും. അപ്പൊ അതൊക്കെ നേരിട്ടേ പറ്റുള്ളൂ, മനസ്സിലായോ? അല്ലെങ്കിൽ ഞാനൊരു ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഈ വിധവ എന്ന് പറയുന്ന വിധവയ്ക്ക് കൊമ്പൊന്നുമില്ല. ഒരു വിധയ്ക്ക് കൊമ്പുമല്ലോ ഉണ്ട്. എനിക്ക് അങ്ങനെ വിധവ എന്ന് പറയുന്ന ആ ഒരു ലേബൽ ഉള്ളത് കൊണ്ട് എനിക്ക് എന്തോ ആവാം, പ്രേക്ഷകരെ എങ്ങനെയും പറ്റിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ വിധവയ്ക്ക് ഒരു പ്രിവിലേജ് ഒന്നും ഇവിടെ ആരും കൊടുക്കുന്നില്ല, മനസ്സിലായോ? പ്രത്യേകിച്ച് ഒരു പ്രിവിലേജ് ഇല്ല. അത് രേണു ആയിക്കോട്ടെ ആരായിക്കോട്ടെ, പ്രേക്ഷകരെ പറ്റിച്ചുകൊണ്ട് ചെയ്യുന്ന സംഭവത്തിൽ നമ്മൾ എന്തിനു പ്രതികരിക്കുക തന്നെ ചെയ്യും. പിന്നെ ഈ രേണു ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്, അവരുടെ ആഗ്രഹം ഇത് തന്നെയാണ്, ഇതുപോലെ കുറെ ആൾക്കാർ എന്ത് ചെയ്യുക, പ്രതികരിക്കുക എന്നുള്ളത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണില്ല. രേണു റീസെന്റ് ആയിട്ട് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് രേണു ചോദിക്കുന്നത് ഇങ്ങനെയാണ്, അത് ആരുമായിട്ടും ചോദിക്കുന്നത്, ഒരു ഡോക്ടർ മനു ഗോപിനാഥൻ ഒഫീഷ്യൽ എന്ന് പറയുന്ന രണ്ടുപേരും വിവാഹം കഴിച്ചതുപോലെയുള്ള ഒരു ഫോട്ടോഷൂട്ട്. അതിനകത്ത് നമ്മൾ വിവാഹിതരായോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സാധനം ഇട്ടിട്ടുണ്ട്. അത് രേണുവിന്റെ പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. രേണു പോസ്റ്റ് ഇട്ടത് ഇങ്ങനെയാണ്. ഇതേക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. അതായത് രേണുവും ഈ പറയുന്ന ഡോക്ടർ ഗോപിനാഥൻ എന്ന് പറയുന്ന ഒരു പുള്ളി, ഞാനിപ്പോഴാണ് കാണുന്നത് പുള്ളിയെ. ഈ ഡോക്ടർ വേണുഗോപാൽ എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഈ റീൽസിനെ കുറിച്ച് പറഞ്ഞത് നമുക്ക് നോക്കാം. അതായത് ഇട്ടിട്ടുണ്ട്. ഇതാദ്യം അവളിട്ട ഒരു റീൽസ് റീഷെയർ ചെയ്തതാണ്. ഇതേക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് എന്നുള്ളത്. ഇവർ വിവാഹിതരായോ എന്ന് പറഞ്ഞ ഒരു ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അവർ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നതും, രേണു സുധി ഇനി മുതൽ രേണു മനു എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. 4 ഫോട്ടോ കണ്ടപാടെ കടിച്ചു കയറാനൊന്നും ആരും വരണ്ട, അവരുടെ ഇഷ്ടമല്ല. ആൽബം ഫോട്ടോഷൂട്ട് സിനിമ ഒക്കെ ആയി ജീവിതം മുന്നോട്ട് പോകട്ടെ. ഭർത്താവ് മരിച്ച പെണ്ണുങ്ങൾ എല്ലാം വെള്ള സാരിയുമെടുത്ത് എന്നും കരഞ്ഞു പിഴിഞ്ഞിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല എന്ന് പറഞ്ഞിട്ട് ഈ പുള്ളി തന്നെ മറ്റാരോ എഴുതിയതുപോലെ ഈ പുള്ളി തന്നെ ആ ഒരു കമന്റ് അവിടെ എഴുതിയിട്ടുണ്ട്. ഇത് കേട്ടാ തോന്നുന്നു മറ്റാരോ എഴുതിയെന്ന് തോന്നുന്നു, പക്ഷെ ഇല്ല, പുള്ളി തന്നെയാണ് എഴുതിയത്. ഈ ഫോട്ടോ കണ്ട് പാടെ കടിച്ചു കീറാൻ ഒന്നും വരണ്ട എന്നാണ് ഈ പുള്ളി പറയുന്നത്. ഈ പറയുന്ന വെള്ളസാരി ഇവിടെയും ഈ വെള്ളസാരി ഒരു ആയുധമാക്കി എടുത്തുകൊണ്ടാണ് ഇവിടെ ഈ രേണു ഇപ്പം കളിക്കുന്നത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്ത നമുക്ക് നോക്കാം. അടുത്ത ഇവർ വിവാദരാജ വീണ്ടും ഫോട്ടോഷൂട്ടുകളുടെ രാജകുമാരനും ഇവിടെ ഫോട്ടോഷൂട്ട്. അതായത് ഈ പുള്ളി സ്വയം പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ഫോട്ടോഷൂട്ടുകളുടെ രാജകുമാരനും റീൽസുകളുടെ രാജകുമാരി ഒരുമിച്ചു. ഇങ്ങനെ പറയണെങ്കിൽ ഇങ്ങനെ ഫോട്ടോഷൂട്ടുകളുടെ രാജകുമാരൻ എന്ന് സ്വയം പ്രഖ്യാപിക്കുകയാണ്.
ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനൊരു മുമ്പ് മറ്റേ സൂസൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് ഇതുപോലെ വിവാഹം നടക്കാൻ പോകുന്നു തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഫോട്ടോ ഇടുന്നു. അതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാം. അപ്പൊ പുള്ളി ഇട്ടിക്കുന്ന എങ്ങനെയാണ്, ഫോട്ടോഷൂട്ടുകളുടെ രാജകുമാരനും റീൽസുകളുടെ രാജകുമാരിയും ഒരുമിച്ചു. രാജകുമാരന്റെ കൈകളിലേക്ക് പറന്നിറങ്ങിയ മാലാഹ, ഇനി അവർ സുരക്ഷിതമായി എന്നോടൊപ്പം ഇരിക്കട്ടെ. ഇത് ഞങ്ങളുടെ പ്രണയം തുളമ്പുന്ന കുറച്ച് നല്ല ചിത്രങ്ങളാണ്. ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. ഈ ചിത്രത്തിന്റെ സത്യാവസ്ഥ എന്താണെന്നറിയാൻ ഇതേ തുടർന്ന് വരുന്ന ഞങ്ങളുടെ ചാനൽ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടാൽ മതി. മനസ്സിലായോ? ഇതേ തുടർന്ന് വരുന്ന ചാനൽ ഇന്റർവ്യൂ. അപ്പൊ പുള്ളിയുടെ ഉദ്ദേശം ഇതാണ്. ഇതിൽ നിങ്ങൾ അതായത് സംശയപരമായിട്ട് ഒരു കാപ്ഷൻ ഇട്ടുകൊണ്ട് നമ്മൾ കല്യാണം കഴിഞ്ഞോ എന്ന് വെക്കുക, നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. നിങ്ങളൊരു ഇതൊക്കെ സംശയം മാറ്റുന്നതിന് വേണ്ടിയിട്ട്, നിവാരണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ നമ്മുടെ ചാനൽ ഇന്റർവ്യൂ വരും. അപ്പോൾ അവിടെ വന്ന് കാണുക എന്നാണ് ഇവർ പറയുന്നത്. എല്ലാ കണ്ടാലും മതി. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും തുടർന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ദിവസവും ഒപ്പം നിന്നവർക്ക് 1000 നന്ദി. രാജകുമാരന്റെയും രാജകുമാരനും ജീവിതയാത്ര ഇവിടെ തുടരുന്നു. സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം ഡോക്ടർ മനു ഗോപിനാഥ്. എന്നിട്ട് പുള്ളിയുടെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് സംഭവം. അപ്പോ ഇവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, നമ്മുടെ ഫോട്ടോഷൂട്ടാണ്. ഇങ്ങനെ കല്യാണത്തിന്റെ ഒരു ഫോട്ടോ പോലെ കൊടുത്തിട്ട് എന്ത് ചെയ്തു, നമ്മൾ വിവാഹിതരായോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഫോട്ടോഷൂട്ടുകളുടെ രാജകുമാരൻ എന്ന് സ്വയം പ്രഖ്യാപിക്കുന്നു. ഈ പറയുന്ന ആരാണ്, നമ്മുടെ രേണുവിനെ റീൽസുകളുടെ രാജകുമാരി എന്ന് സ്വയം പ്രഖ്യാപിച്ചു. ഇവർ രണ്ടുപേരും കൂടി ഒന്നിക്കുന്നു. നമ്മളെ കല്യാണം കഴിഞ്ഞു, മനു അല്ലെങ്കിൽ രേണുവിന് എന്റെ കൈകളിൽ ഭദ്രം എന്നൊക്കെ പറഞ്ഞ് പ്രേക്ഷകരെ പറ്റിച്ചുകൊണ്ട് പിന്നീട് ഈ പറയുന്ന ഒരു ഫോട്ടോഷൂട്ട് നടത്തുന്നു. എന്നിട്ട് ഇതിന്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ ഈ നിങ്ങൾ താങ്ങി കൊണ്ട് നടക്കുന്നവർ ഓടിച്ചെന്ന് എന്ത് ചെയ്യുക, ഈ പറയുന്ന അവർ അടുത്ത കമ്മിങ് വരുന്ന ഇന്റർവ്യൂവിൽ പോയിട്ട് എന്ത് ചെയ്യുക, അത് കണ്ട് അതിനെ ഹിറ്റ് ആക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇവരെ ഇതിനു മുമ്പ് ഈ പറയുന്ന വേണുഗോപാൽ മനു ഗോപിനാഥൻ പുള്ളി ഇതിനു മുമ്പ് സൂസൻ എന്ന് പറയുന്ന ഫോട്ടോ ഇവിടെ കൊടുക്കുക, ഇതുപോലെ ഈ കുട്ടിയെ കല്യാണം കഴിക്കാനെന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം എന്ത് ചെയ്തു, ഈ പറയുന്ന ഒരു ഇന്റർവ്യൂ നല്ല വ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ എന്ത് ചെയ്യുന്നു, ഈ രേണുവിനെയും ഇതുപോലെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുക, അതോടൊപ്പം ഇന്റർവ്യൂവിൽ കയറുക, ക്യാഷ് വാങ്ങുക എന്നുള്ളതാണ്. എന്തായാലും ക്യാഷ് കിട്ടുമല്ലോ, ഇന്റർവ്യൂവിന് പോകുമ്പോൾ എന്തായാലും ക്യാഷ് കിട്ടും. അപ്പൊ ആൾക്കാരെടുത്ത് പ്രതികരിക്കുക, ഇവരുടെ ആഗ്രഹം നമ്മളെ പോലുള്ള ഈ പറയുന്ന റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർ ഈ പ്രതികരിക്കുക, നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് അവരെ വിമർശിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ച് റീച്ച് കിട്ടും. അതായത് ഈ കോഴിക്കോട് ദാസേട്ടൻ കോഴിക്കോടിന്റെ റീൽസിന് മില്യൺസ് ഓഫ് വ്യൂസ് വരും, അതുപോലെ കിട്ടുമെന്നൊക്കെ പ്രതീക്ഷയായിട്ട്. പക്ഷെ അതുപോലുള്ള റീച്ചും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. ഈ പുള്ളി ഇതാണ് ഇതുപോലെ വൈറലായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നു. അവരുമായിട്ട് ഇതുപോലെയുള്ള ഞാൻ കെട്ടാൻ പോണെന്ന് പറഞ്ഞിട്ട് പറയുന്ന ഫോട്ടോഷൂട്ട് എടുക്കുന്നു. അതുമായി പുള്ളി എന്ത് ചെയ്യുന്നു, പുള്ളി കുറച്ച് ക്യാഷ് കിട്ടുന്ന ആളാണ് അറിയുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ രേണു കൊച്ചു കുട്ടിയൊന്നുമല്ല. രേണുവിന് കൃത്യമായിട്ട് മനസ്സിലാവുക എന്താണ്, രേണു സത്യം പറഞ്ഞ ഇതുപോലെ കോൺട്രവേഴ്സി ഇഷ്ടപ്പെട്ട് നെഗറ്റിവിറ്റി പബ്ലിഷ് ആക്കിക്കൊണ്ട് അതുവഴി ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കക്ഷിയായിട്ടാണ് രേണു എനിക്ക് തോന്നിയത്. മനസ്സിലായോ? രേണു കൊച്ചു കുട്ടിയൊന്നും അല്ല, നല്ല വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, താൻ എന്താണ് ചെയ്യുന്നതെന്ന് രേണുവിന് അറിയാം. അപ്പൊ പ്രേക്ഷകരെ പറ്റിച്ചുകൊണ്ട് എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നപ്പോ ഇപ്പൊ രേണു വിചാരിക്കും നമ്മളിപ്പോ ഇഷ്ടപ്പെടുന്നവർ എന്ത് വൃത്തികേടുകൾ കാണിച്ചാലും അവരെല്ലാവരും ഈ പറഞ്ഞതുപോലെ എന്താണ് രേണുവിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്നും ഇങ്ങനെ നിൽക്കുമെന്ന് രേണു വിചാരിക്കരുത്. പ്രേക്ഷകർ അപ്പോഴത്തെ ഒരു ഇഷ്ടത്തിൽ നിങ്ങളുടെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. ഇതുപോലെ തെണ്ടിത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത് അവരെ എഗേൻസ്റ്റ് ആവും, തിരിയും. മനസ്സിലായി? ഇനിയിപ്പോ പൊങ്കാലഘട്ട മേളമായിരിക്കും. അതിൽ ആരെയും നമ്മൾ എങ്ങനെ വേണോ ജീവിക്കുക, അതൊക്കെ രേണുവിന്റെ ആഗ്രഹം. ആരാ പറഞ്ഞത് സാരി കൊടുത്തോണ്ട് വീട്ടിനകത്തിരിക്കുന്നത്? ആരും പറഞ്ഞില്ലല്ലോ. എങ്ങനെ ജീവിക്കുന്നത് താങ്കളുടെ ഇഷ്ടം. പറ്റിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കില്ലൂടെ. ഈ പറ്റിച്ച് ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ വെള്ളസാരി കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഈ വിധവ എന്ന് പറഞ്ഞാൽ രേണുവിന് ഒരു പ്രിവിലേജും ഇല്ല. രേണു മറ്റുള്ള പെൺകുട്ടികളെ പോലെ തന്നെയാണ്. മനസ്സിലാവും? വിധവയാണെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ആരും തടയാനും പോകുന്നില്ല, വിധവ ആണെന്ന് പറഞ്ഞ് എന്തും സപ്പോർട്ട് ചെയ്യാനും പോകുന്നില്ല. മനസ്സിലായോ? രേണു പറയുമ്പോൾ ഇവിടെ ആരും രേണുവിന് ഇവിടെ ഒരു ജോലിക്ക് പോകലെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വീട്ടിനകത്ത് ഇരിക്കണമെന്നോ അല്ലെങ്കിൽ വെള്ളസാരി ഉടുക്കണമെന്നോ ഇവിടെ ആരും പറഞ്ഞായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇതുപോലുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോൾ അതാണ് എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് രേണു തന്നെയാണ്. പക്ഷെ അതിന് വിമർശനങ്ങൾ ഉണ്ടാവുമ്പോൾ ഇത് വിമർശനത്തിന് വേണ്ടിയിട്ടാണ് ഇല്ലെന്ന് പറയാമല്ലോ. ഈ ഒരു ഫോട്ടോ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഇട്ട് കൊടുക്കുന്നത് വിമർശനത്തിന് വേണ്ടിയിട്ടാണ്. ആൾക്കാർ നാളെ അറിയണം, നാളെ തെറി എന്നെ വിളിച്ചാലും കുഴപ്പമില്ല, എനിക്ക് എങ്ങനെയെങ്കിലും എന്ത് ചെയ്ത് നാളെ അറിഞ്ഞാൽ മതി എന്നുള്ള ഒരു ഇത്. അതുമല്ല ഇപ്പൊ നമുക്ക് കുറെ കമന്റുകൾ കണ്ട രേണുവിന്റെ സ്വഭാവത്തിന്റെ ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ട്. കുറച്ച് അഹങ്കാരം കൂടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർവ്യൂ കാണുമ്പോൾ എനിക്ക് അങ്ങനെ കുറച്ച് അഹങ്കാരങ്ങൾ വന്നിട്ടുണ്ട്. എപ്പോഴും അഹങ്കാരം വരുമ്പോൾ രേണു മനസ്സിലാക്കാനുള്ളത് അഹങ്കാരം എന്ന് പറയുന്ന ആശയത്തിന്റെ
തുടക്കമാണ്. മനസ്സിലായി? അഹങ്കാരമൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. ഞാൻ എന്തോ മറ്റതാണ് എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിടിച്ചൊരു കാര്യം. ഞാൻ ഇതൊക്കെ തുറന്നു പറയുന്നത് ഇവിടെ വന്ന് കുരു പൊട്ടുന്നവരെടുത്ത് എന്റെ മനസ്സിൽ ഞാൻ പറഞ്ഞില്ല, അവളിപ്പം ഈ പറയുന്ന ഞാൻ അവളുടെ ഇത് ഒരു വിധവയായിട്ട് അങ്ങനെയൊന്നും ഞാൻ കാണുന്നില്ല. അതൊരു പെൺകുട്ടി, ഒരു അമ്മ എന്നുള്ളതേ ഉള്ളൂ. അതിപ്പോ ആരായാലും ഇപ്പൊ വിധവയായെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് പറയാതിരിക്കാനൊന്നും പറ്റത്തില്ല. അയ്യോ ഇത് വിധവയാണ്, അവരെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ല. അങ്ങനെയൊന്നുമില്ല. തെണ്ടിത്തനം കാണിച്ച് ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് ഇതുപോലുള്ള സംഭവങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പറയുക തന്നെ ചെയ്യും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തി നമുക്ക് വിടുകണം. ജയ് ഹിന്ദ്.